ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊന്നും വേണ്ടാത്ത നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ട് റെസിപ്പിയാണ് ബ്രെഡ് ഓംലെറ്റ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കാം. ഏതാണോ ഇഷ്ടം അതെടുത്താൽ മതി. അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇഷ്ടമാണെങ്കിൽ ഒലിവ് ഓയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ 2 ബ്രെഡിൻ്റെയും ഒരു സൈഡിലായിട്ട് ഇതുപോലെ നെയ്യ് ഒന്ന് പുരട്ടിയ ശേഷം ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാള മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ പകുതി, അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തവയോ ഏതെങ്കിലും വെച്ച് കൊടുക്കാം. കുറച്ച് റൗണ്ട് ഷേപ്പുള്ളതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, ചിലപ്പം അടിഭാഗം വല്ലാണ്ടങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. മുട്ട പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഉടനെ തന്നെ നമ്മുടെ നെയ്യ് പുരട്ടി വെച്ച ബ്രെഡ് ഇതിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാമേ, ഇതുപോലെ. അപ്പം നെയ്യ് പുരട്ടിയ ഭാഗം മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ആ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ മുട്ടയൊക്കെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. മുട്ടയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. ആ മുട്ടയൊക്കെ ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ആണ്. ഇപ്പോൾ രാവിലെയൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഹെവി ആയിട്ടൊന്നും കുട്ടികൾ ഫുഡ് കഴിക്കില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ആണ്. നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ടേസ്റ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലേ. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.